കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന പ്രിയ സൂസമ്മാമ, ദൈവവചനം വായിച്ച് സഹായിക്കുന്ന പ്രിയ ദേവദാസി സൂസമ്മ തോമസ്, അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കാൻ ഈ പ്രഭാത സമയം ദൈവം ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ രാവിലെ 9 മണി സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ന്യൂയോർക്കിൽ നിന്നായിരുന്നു സംസാരിച്ചത്. എന്നാൽ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ടെക്സാസിൽ ഓസ്റ്റിൻ എന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. അവിടെ നിന്നാണ് ഇപ്പോൾ ലൈനിൽ കടന്നു വരാൻ ഇടയായി തീർന്ന കഴിഞ്ഞ ദീർഘവർഷങ്ങൾ. ലോകത്തിന്റെ തലസ്ഥാനം എന്ന് ചിലരൊക്കെ സംബോധന ചെയ്തിരുന്ന ന്യൂയോർക്ക് പട്ടണത്തിനടുത്ത് ലോങ് ഐലൻഡിൽ പാർക്കുവാനും ജോലി ചെയ്യുവാനും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും ഒക്കെ ദൈവം വേണ്ട കൃപയും ബലവും ആരോഗ്യവും ഒക്കെ തന്നു. ദൈവം വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു പറിച്ചുനടിയിൽ ഈ ദിവസങ്ങളിലായിരിക്കുകയാണ്. വളരെ തിരക്കേറിയ ദിവസങ്ങളാണെങ്കിലും നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശനിയാഴ്ച ദിവസം രാത്രി 10 മണിക്കായിരുന്നു ഞാൻ പ്രയർ ലൈനിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നത്. ആ ക്രമീകരണത്തിന് ഒരു വ്യതിയാനം വരികയാണ്. കാരണം ഇവിടെ 1 മണിക്കൂറിന്റെ വ്യത്യാസമുള്ളത് കൊണ്ട് ശനിയാഴ്ച ചർച്ചിലെ മീറ്റിംഗ് സംബന്ധിച്ച് ഇതിൽ കയറാൻ കഴിയാത്തത് കൊണ്ടും ശനിയാഴ്ച മാറി വെള്ളിയാഴ്ച രാവിലെ ഈ സമയത്തേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ദൈവവചന ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രയർ ലൈൻ എന്ന ഈ ഒരു പ്രസ്ഥാനം വളരെ മനോഹരമായി ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഈ രാജ്യത്ത് വിളിച്ചു പറയുവാൻ, ഈ രാജ്യത്തെന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനങ്ങൾക്ക് കേൾക്കത്തക്ക രീതിയിൽ അതിനെ അറിയിക്കുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെയും ഈ സമയം നന്ദിയോടെ സ്മരിക്കുകയാണ്. ദൈവം അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന അനേകം ഭവനങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം ഈ പ്രവർത്തനത്തിലൂടെ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അനേകം ജീവിതങ്ങൾക്ക് അത് രൂപാന്തരത്തിന് കാരണവും ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടുവാൻ കാരണവുമായി തീരുവാൻ ഈ പ്രയർ ലൈനെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അനേകർ ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ ഇതിലൂടെ ദൈവം മുഖാന്തരമാക്കി തീർത്തു. അതിന്റെ സാക്ഷികളായി പല പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രയർ ലൈനിൽ തന്നെ ഉണ്ട് എന്നതോർക്കുമ്പോൾ എത്രമാത്രം മനോഹരമായ ഒരു ശുശ്രൂഷയാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഇത്രമാത്രം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്നതോർത്ത് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവിന്റെ നാമം ഈ പകൽക്കാലം മഹത്വമെടുക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച കൂടെ ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ അറിയുന്നത് പോലെ ജൂലൈ 4 ആണ്. ഈ അമേരിക്കയിൽ മൊത്തം നിയമപരമായിട്ടും അല്ലാതെയും ഒക്കെ ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം ഇരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ലോങ് വീക്കെൻഡ് വെക്കേഷനുള്ള ഒരു സമയമാണ്. പ്രധാനപ്പെട്ട ഒരു വെക്കേഷൻ സീസണാണ് ജൂലൈ 4th വീക്കെൻഡ് എന്ന് പറയുന്നത്. ആ വീക്കെൻഡിൽ ഇങ്ങനെ ഈ വെള്ളിയാഴ്ച നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തുടക്കം കുറിക്കുവാൻ ദൈവം ഒരു സാവകാശം തന്നതോർത്ത് കർത്താവിനെ വീണ്ടും നന്ദിയോടെ സ്മരിക്കുന്നു. കർത്താവിന്റെ നാമം ഈ പകൽക്കാലം മഹത്വമെടുക്കട്ടെ. മറ്റാരുടെയും നാമം ഉയരുവാൻ ഇടയാകാതെ കർത്താവിന്റെ നാമം മാത്രം മഹത്വമെടുക്കുവാൻ ഈ ലൈനിലൂടെ ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുമ്പോൾ പ്രത്യേകിച്ച് സിസ്റ്റർ പുഷ്പയോട് ഇങ്ങനെ ഒരു ക്രമീകരണം ഈ വെള്ളിയാഴ്ച രാവിലെ സമയത്തേക്ക് ചെയ്തെടുക്കുവാൻ പ്രിയ ദേവദാസിയെ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആ കുടുംബത്തെയും ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. നമുക്ക് ഇന്നലെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കണം. അത് ഇന്നുകൊണ്ട് തീരില്ല എന്നെനിക്കറിയാം.
അത് അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളൊക്കെ. നമുക്കതിന്റെ 7-ാം വാക്യം വായിക്കാം. അതിന്റെ വായിച്ച് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. താങ്ക് യു ആമേൻ. ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ ശബ്ദത്തിലൂടെ നമ്മളിവിടെ കേൾക്കുന്നത് ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ വിഷയമാണ്. അവിടെ പറയുക, അതെന്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആ വാക്യത്തെ ഒന്ന് വിശകലനം ചെയ്താൽ അവിടെ നമ്മൾ കാണുന്നത് ഈ യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്തോ അകൃത്യം അല്ലെങ്കിൽ എന്തോ പാപം, അതിന് പരിഹാരം വരുവാൻ വേണ്ടി അവിടെ ഉണ്ടായ മുഖാന്തരം എന്ന് പറയുന്നത് പ്രവാചകന്റെ അധരങ്ങളെ തൊട്ടതാണ് കാര്യം, അല്ലെങ്കിൽ പ്രവാചകന്റെ നാവിനെ തൊട്ടതാണ് വിഷയം. നമ്മുടെ ഇന്നത്തെയും ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിലെയും ചിന്ത നമ്മുടെ നാവിനെ കുറിച്ചാണ്. പല ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീക ജീവിതത്തിലും അവരുടെ ഭൗതിക ജീവിതത്തിലും വരൾച്ചയും തളർച്ചയും തകർച്ചയും അല്ലാതെ ഒരു പുരോഗതിയോ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയോ കടന്നു വരുന്നില്ല. നമ്മൾ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ട് ആ കാരണം കണ്ടെത്താൻ പലപ്പോഴും നമുക്ക് കഴിയാറുമില്ല. എന്നാൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിസ്സാരമെന്ന് തോന്നുന്നതും ദൈവസന്നിധിയിൽ വലിയതും ജീവിതത്തിൽ വളരെയേറെ നന്മയും അതേസമയം തെറ്റായി ഉപയോഗിക്കുന്നതിനാൽ വളരെയേറെ നാശവും ഉണ്ടാക്കുന്ന മനുഷ്യന്റെ നാവ് അല്ലെങ്കിൽ വാക്ക് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഈ പകൽക്കാലം സംസാരിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നാവിന്റെ അകൃത്യം നീങ്ങിയ അഥവാ പാപം നീങ്ങിയ യെശയ്യാവിനെ നാം ഇവിടെ കാണുകയാണ്. പ്രവാചകൻ അവിടെ പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്ന ഒരു വ്യക്തി. ഇനി നമ്മൾ നോക്കി എന്താ ഈ നാവിന്റെ പ്രത്യേകത. ആ പ്രത്യേകതയെക്കുറിച്ച് ശലോമോൻ പറഞ്ഞ വാക്കുകളുണ്ട്. അത് ശലോമോന്റെ ഭാഷയിൽ തന്നെ നമ്മൾ അത് വായിച്ച് ഗ്രഹിക്കണം. നമുക്കെടുക്കാം സദൃശ്യവാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ആമേൻ. ഈ വാക്യത്തിന്റെ ഒരു ഇടയ്ക്ക് നിന്ന് 1-2 പദങ്ങൾ മാത്രം പുറത്തെടുത്ത് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന ആ ഒരാശയം. പക്ഷെ ആശയത്തെ പലപ്പോഴും ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വിവരിച്ചിരിക്കുന്ന രീതിയിലല്ല പലപ്പോഴും പലരും പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ഇവിടെ പറയുന്ന മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുമ്പും അതിന്റെ പിമ്പും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളും കൂടെ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. വാക്യമല്ല, ഭാഗങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ വായിച്ചത് വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ നമ്മളോട് വർത്താനം പറയാൻ വന്നാൽ കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്ന കാര്യം കൂടെ നമ്മൾ അവർക്ക് കൊടുത്തുവിടും. കാരണം അത്രമാത്രം വളരെ മനോഹരമായിട്ട് അവർ സംസാരിച്ച് നമ്മുടെ മനസ്സിനെ അവർ കയ്യിലെടുക്കാൻ വല്ലാത്തൊരു കഴിവ് ചില മനുഷ്യർക്കുണ്ട്. ഇവിടെ പറയുന്നു, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അധരങ്ങളുടെ സെയിം വായെ പറയുന്ന മറ്റൊരു വാക്ക്, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. എന്നിട്ട് പറയുക, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. നോക്കണേ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ, അല്ലെങ്കിൽ വാർത്തകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ
ഒറ്റ വാക്കിന് എത്രയെത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒറ്റ വാക്ക്. എത്രയെത്ര കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു മാറ്റപ്പെട്ടിട്ടുണ്ട് ഒരൊറ്റ വാക്ക് കാരണം. എത്രയെത്ര ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഒറ്റ വാക്ക് കാരണം. അങ്ങനെ പലരുടെയും ആത്മീയ ജീവിതത്തിന്റെ തളർച്ചയ്ക്കും വരൾച്ചയ്ക്കും പലരുടെയും പിന്മാറ്റത്തിനും കാരണമായി നിൽക്കുന്നത് നാവാണ്. പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് എത്രയോ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആരെങ്കിലുമൊക്കെ പിന്മാറിപ്പോകാൻ കാരണമായി തീർന്നത് ചിലരുടെ വാക്കുകളാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ സഭ വിട്ടുപോകാൻ കാരണം നാവാണ്, മറ്റുള്ളവരുടെ നാവാണ്. പലരുടെയും ഭൗമിക ജീവിതത്തിന്റെ വരൾച്ചയ്ക്കും രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും യാതൊരു നന്മയും പുരോഗതിയും ഇല്ലാതിരിക്കുന്നതിൻ്റെയും കാരണം അവരുടെ നാവാണ്. നമ്മൾ ഇന്ന് പൽക്കാലം ഹൃദയങ്ങളെ തുറന്ന് പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിന്റെ പാദപിടുത്തത്തിൽ പൽക്കാലമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ യാക്കോബിന്റെ ലേഖനത്തിലേക്കൊന്ന് കടന്നു പോകണം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെയുള്ള ദീർഘമായ ഭാഗമാണ്. അത് നമുക്കൊന്ന് വായിക്കണം. ധാരാളം നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടെ നമുക്കത് വായിക്കാൻ 2 മുതൽ 12 വരെ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിൽ തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ആമേൻ. ആമേൻ. താങ്ക് യു. നമ്മൾ ധാരാളം വായിച്ച് കേട്ടിട്ടുള്ള, നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ് യാക്കോബിന്റെ ലേഖനം. ഈ ലേഖനത്തിന്റെ പ്രത്യേകത, ദൈവവചനത്തിൽ ക്രിസ്തീയ ധർമ്മശാസ്ത്രം വ്യക്തമായി പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം. പിന്നെ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണമാണ്. ഇത് രണ്ടുമാണ് ക്രിസ്തീയ ധർമ്മശാസ്ത്രമായി നമുക്ക് പഠിക്കാനായി കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെ നമ്മൾ വായിച്ചപ്പോ അവിടെ നാവിനെ കുറിച്ച് പറയുക. ആ നാവിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ വായിച്ചു നിർത്തിയ ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോ അവിടെ പറയുന്നത് മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയും ഇരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ചില സിംഹത്തെയൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക, സിംഹത്തിന്റെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് നടക്കുക, സിംഹത്തെ കൊണ്ട് നമ്മുടെ ഈ സർക്കസിലൊക്കെ വലിയ വന്യമൃഗങ്ങളെ കൊണ്ട് സർക്കസ് ചെയ്യിപ്പിക്കുക, അതിനെ നിയന്ത്രിക്കുന്നവർ പറയുന്നത് മൃഗം അനുസരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ വചനത്തിൽ എടുത്തു പറഞ്ഞിട്ട് പറയുക, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയൊക്കെ എല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയും ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇച്ചിരി കഠിനമാണ്. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. എന്നിട്ട് അതിന്റെ കാരണം പറയുന്നത് അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്.
അതുകൊണ്ട് നമ്മൾ കർത്താവും പിതാവും അവനെ സ്തുതിക്കുന്നു. അതേസമയം ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. എന്നിട്ട് പറയാ, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്ത് നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? അത്തിവൃക്ഷം ഒഴുവലം കായ്ക്കുമോ? മുന്തിരിവള്ളി അത്തിപ്പഴം കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുമോ? പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു, ഈശ്വരൻ നാവിനെ ഉണ്ടാക്കിയിട്ട് അതിന് മെരുക്കം കൊടുക്കാൻ 32 പല്ലുകളാകുന്ന കല്ലുകൾ കൊണ്ട് കെട്ടിയ ഒരു കോട്ടയ്ക്കകത്താണ് അതിനെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ ഈ പ്രഭാതത്തിൽ പറയട്ടെ, 32 പല്ലുകളാകുന്ന കല്ലുകൾ കൊണ്ട് കെട്ടിയ കോട്ടയ്ക്കകത്ത് എല്ലില്ലാത്ത നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഇന്നും തെല്ല് പോലും മര്യാദയില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നാവ് ശരീരത്തിലെ ഒരു ചെറിയ അവയവം. നമ്മൾ ശരീരത്തിലെ അവയവങ്ങളുടെ കൂട്ടത്തിൽ നോക്കിയാൽ ഒരു ചെറിയ അവയവം. ഒരു സാധാരണ മനുഷ്യൻ 5 അടി 7 ഇഞ്ച് നീളമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ഏകദേശം ഒരു 170 സെന്റിമീറ്റർ നീളമുള്ള ഒരു പുരുഷന് ഏകദേശം ഒരു 70 കിലോ ഭാരമുണ്ടാകും. ആ വ്യക്തിയുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനുമുള്ളതായ ഭാരം വ്യത്യാസമാണ്. ആ അവയവങ്ങളുടെ കൂട്ടത്തിൽ ആ വ്യക്തിയുടെ നാവെന്ന് പറയുന്ന അവയവത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 70 ഗ്രാമാണ്. നോക്കണം, 70 കിലോ ഭാരമുള്ള ഒരു പുരുഷന്റെ നാവിന്റെ ഭാരം എന്ന് പറയുന്നത് 70 ഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം 1000 ഗ്രാം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 കിലോഗ്രാം 1000 ഗ്രാം ആയിരിക്കുമ്പോൾ 70 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത് 70,000 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 70 ഗ്രാം ആകെയുള്ള ശരീരഭാരത്തിന്റെ 1% 10 ഭാഗം, അല്ലെങ്കിൽ 0.1%, 0.1%. അതാണ് നാവിന്റെ ഭാരം മനുഷ്യന്റെ ശരീരവുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഈ ചെറിയ അവയവം കാണിച്ചു കൂട്ടുന്ന ഏറ്റവും മാരകമായ വിപത്തുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായി നാവ് കൊണ്ടുള്ള പാപം. രണ്ടാമത്, നാവ് കൊണ്ടുള്ള പാപം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെ കേടുവരുത്തുന്നു. മൂന്നാമത്, അപ്രകാരം നാവ് കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് പാപം ചെയ്യുന്നത് നിമിത്തം അവർക്കുണ്ടാകുന്ന ശിക്ഷ എന്താണ്. നാലാമത്, ഇപ്രകാരം നാവ് കൊണ്ടല്ലെങ്കിൽ വാക്കുകൊണ്ട് ചെയ്യുന്ന പാപത്തിൽ നിന്നുമുള്ള വിടുതൽ എപ്രകാരമാണ്. അഞ്ചാമത്, ശുദ്ധീകരിക്കപ്പെട്ട ഒരു നാവിന്റെ വിശേഷത എന്താണ്. ഇതിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്, നാവ് കൊണ്ടുള്ള പാപം. നമുക്ക് വായിക്കാം സങ്കീർത്തനം 39-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ആമേൻ. നോക്കണേ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. വഴികൾ പ്രശ്നമാണ്. ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞ് കാക്കും. നമ്മുടെ ചുറ്റും ആൾക്കാരുള്ളപ്പോ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. വഴികളെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ വഴികളെ സൂക്ഷിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് പാപം ചെയ്തു പോകും. നോക്കണേ, നമ്മുടെ കാലും നാവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ടെന്ന ഈ ഭാഗത്ത് നമ്മൾ വായിച്ചത്. വഴികളെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളെ സൂക്ഷിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് പാപം ചെയ്യും. അപ്പൊ നോക്കണേ, നമ്മുടെ കാലുകൾ നിൽക്കാൻ പാടില്ലാത്തടത്ത് നിന്നാൽ അറിയാതെ നാവിൽ പാപം പ്രവേശിക്കും എന്ന് സാരം. ഏകാന്തമായിരിക്കുമ്പോൾ മനസ്സും
സമൂഹമധ്യേ ആയിരിക്കുമ്പോൾ നാവും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഈ രണ്ടവസരങ്ങളിൽ പാപം ഒരുവന്റെ ജീവിതത്തിൽ അതിവേഗത്തിൽ പ്രവേശിക്കാം. ആരും അടുത്തില്ലാതെ ഏകാന്തമായിരിക്കുമ്പോഴാണ് മനസ്സിൽ അരുതാത്ത ചിന്തകൾ കുടിയേറുന്നത്. അതുപോലെ കുറെ പേരുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് അറിയാതെ വാക്കുകൾ വായിൽ നിന്നും പുറപ്പെട്ടു പോകുന്നത്. അങ്ങനെ പല ദൈവമക്കളും 4 പേര് കൂടുന്നിടത്ത് അവരുടെ വാക്കുകളെ നിയന്ത്രിപ്പാൻ കഴിയാതെ പാപം ചെയ്തു പോയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ വഴികളെ സൂക്ഷിക്കും. അവനോട് തന്നെ പറയുക. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് നമുക്കത് പറയാനായിട്ട് കഴിയും? ദാവീദ് പറഞ്ഞ വാക്കുകൾ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. നമ്മൾ 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് സുപരിചിതമാണ്. വായിക്കണ്ട. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. നോക്കണേ, ആ പറഞ്ഞ പദപ്രയോഗത്തിൽ ഒരു ദൈവ പൈതൽ പാപിയുടെ വഴിയിൽ നിൽക്കുമെങ്കിൽ, അതിന്റെ ആശയം അതാണ്. പാപിയുടെ വഴിയിൽ ഒരു ദൈവ പൈതൽ നിൽക്കുമെങ്കിൽ, അശുദ്ധിയുടെ പാതയിലാണ് നമ്മുടെ കാലുകൾ നിൽക്കുന്നതെങ്കിൽ, പാപികളുടെ പാതയിലാണ് നമ്മുടെ കാലുകൾ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാവിൽ പാപം പ്രവേശിപ്പാനിടയായിത്തീരും. മറ്റൊന്നുകൂടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഉള്ളപ്പോൾ എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. നമുക്കറിയാം, ഈ കടിഞ്ഞാൺ എന്ന പദപ്രയോഗം അത് കുതിരകളിലാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. കാരണം ഓടിപ്പോകുന്ന ഒരു കുതിരയെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിൻ്റെ വായ്ക്കകത്തിട്ടിരിക്കുന്ന കടിഞ്ഞാണിൽ പിടിച്ചാണ് കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തി അതിനെ നിയന്ത്രിക്കുന്നത്. അതിനെ ഇടത്തോട്ടും വലത്തോട്ടും മുൻപോട്ടും അതുപോലെ അതിനെ എങ്ങ് മൂവ് ചെയ്യാതെ ഒരിടത്തൊക്കെ നിർത്താൻ ഇടയാക്കി തീർക്കുന്നത് ഈ കുതിരയുടെ വായിൽ കിടക്കുന്ന കടിഞ്ഞാണ്. ആ കടിഞ്ഞാണിന്റെ മറുവശം കുതിരപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ നിയന്ത്രിക്കുക. അപ്പൊ ഇവിടെ പറയുന്നു, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. എപ്പോഴാ? ദുഷ്ടൻ മുമ്പിൽ നിൽക്കുമ്പോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം വരാം, ആരാണ് ഈ ദുഷ്ടൻ? അത് ശത്രുവായ സാത്താനെ കാണിക്കുന്നതാണ്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സദാസമയവും അവൻ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ പുറകിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ദുഷ്ടൻ മുൻപിൽ നിൽക്കുമ്പോൾ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും സാത്താൻ രേഖപ്പെടുത്തി വെച്ചിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മെ കുറ്റം വിധിക്കുവാൻ ഈ വാക്കുകളെല്ലാം ഒരായുധമാക്കി എടുക്കും എന്ന വസ്തുത നമുക്ക് മറക്കാൻ പറ്റില്ല. അതാ ഇവിടെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ദുഷ്ടനായ സാത്താൻ സർവ്വലോകവും അവന്റെ അധീനതയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന, കുറിച്ചു വെക്കുന്ന സാത്താൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മെ കുറ്റം വിധിക്കുവാൻ നമ്മുടെ വാക്കുകളെ ആയുധമാക്കിയെടുക്കും. അതുകൊണ്ടാണ് സഖര്യാ പ്രവചനത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സഖര്യാ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, മഹാപുരോഹിതനായ യോശുവ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവനെ കുറ്റം ചുമത്തുവാൻ സാത്താൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് നമ്മൾ കാണുക. ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ വസ്ത്രം മലിനമായിരുന്നു. അവന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞ് സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ ഇടയായി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സാത്താൻ കണക്കിലെടുത്തുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ നമ്മെ കുറ്റം വിധിക്കുവാനിടയാകും.
അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടൻ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ഇനി നമ്മൾ നോക്കിയാൽ ഈ പാപ കാരണമായി തീരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? നമുക്കൊരു വാക്യം എടുക്കണം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഇയ്യോബ് 16-2-3 വാക്യങ്ങൾ. ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? അല്ല, പ്രതിപാദിക്കുവാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? മതി. നമുക്ക് ഇവിടെ നമ്മൾ കാണുന്നത് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ഇയ്യോബിന്റെ കൂട്ടുകാരാ, ഇയ്യോബിന്റെ ആത്മാർത്ഥ സ്നേഹിതന്മാരാ. പക്ഷെ അവര് വന്നിപ്പോ ഇയ്യോബിന്റെ അവസ്ഥ കണ്ടപ്പോ ഒരാഴ്ച അവർക്ക് വാ തുറക്കാൻ പറ്റിയില്ല, അവര് മിണ്ടിയില്ല. ആ ഒരാഴ്ച അവര് തറയിലിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവർ ഇയ്യോബിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ആ സംസാരിക്കാൻ തുടങ്ങിയ വസ്തുക്കളെ കുറിച്ച് ഇയ്യോബ് ഇവിടെ കുറിക്കുകയാണ്. ഇയ്യോബ് പറയാ, ഞാൻ പലതും കേട്ടിട്ടുണ്ട്, ഈ വക പലതും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാ, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അപ്പൊ നമുക്കൊരു ചോദ്യം വരാം, ഈ ആശ്വസിപ്പിക്കാൻ വരുന്നവർക്ക് വ്യസനിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ അവരാശ്വസിപ്പിക്കാൻ വന്നവരാ, പക്ഷെ അവരിപ്പം വ്യസനിപ്പിക്കുക. നമ്മളെ തന്നെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കേ, നമ്മൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിട്ട് തീർന്നിട്ടുണ്ടോ? എന്നിട്ട് വെക്കുക, ഈ വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? നോക്കുമ്പോ ഈ ഭക്തനായ ഇയ്യോബ് ഈ വാക്കുകൾ പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇയ്യോബിന്റെ ചരിത്രം, കാളകളെയും പെൺകഴുതകളെയും ശെബായർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. വേലക്കാരെ വാളിന്റെ വായ്ത്തിനയാൽ വെട്ടിക്കൊന്നു. ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി. ആടുകളും വേലക്കാരും അതിന് ഇരയായി കത്തിപ്പോയി. കൽദേർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. വേലക്കാരെ വാളിന്റെ വായ്ത്തിലയാൽ വെട്ടിക്കൊന്നു. പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ച് അത് അവരുടെ യൗവനക്കാരുടെ മേൽ വീണ് അവരെല്ലാവരും മരിച്ചുപോയി. എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഒന്നുമില്ലാത്ത ഇയ്യോബ്, അതുവരെ സ്വരുമിപ്പിച്ചു കൂട്ടിയ സകലതും അല്പസമയത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ഇയ്യോബിനെ സ്വന്തം ശരീരത്തിൽ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ച ഒരു ഇയ്യോബ്. അവന്റെ സ്വന്തം ഭാര്യ തള്ളിപ്പറഞ്ഞ ഇയ്യോബ്. ആ ഇയ്യോബിനെ കാണുവാൻ ആശ്വസിപ്പിക്കാൻ കടന്നു വന്ന സ്നേഹിതന്മാർ അവന്റെ രോഗക്കിടയ്ക്ക് അടുത്തിരുന്നു കൊണ്ട്, അവന്റെ ഈ കഷ്ടതകൾ കണ്ടുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുവാൻ പറഞ്ഞ വാക്കുകൾക്ക് ഇയ്യോബ് ഉത്തരം കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്നിട്ട് ഇയ്യോബ് അതെല്ലാം കേട്ടിട്ട് നിങ്ങൾ പറയുക, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാ. ഈ വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? വ്യർത്ഥ വാക്കുകൾ പാപമാണ്. നമ്മൾ പലരിലും ഈ ദോഷം പ്രവർത്തിക്കാറുണ്ട്. അതൊരു പാപമാണെന്ന് പലപ്പോഴും നമ്മൾ അതിനെ ശ്രദ്ധിക്കാറില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോ ഒരാളുടെ രോഗക്കിടക്കയിൽ അവരെ കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അവരെ കാണാൻ പോകുമ്പോൾ അവര് കേൾക്കെ അല്ലെങ്കിലും ഒരല്പം അകലെ മാറി നിന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് പലപ്പോഴും. ചിലർ പറയും, ഇത് ഇവന്റെ പ്രവൃത്തിയുടെ ദോഷമാണ് ഇവൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്, ഇവന്റെ നടപ്പിന്റെ ദോഷമാണ് ഇവൻ ഈ കിടക്കുന്നത്. അയ്യോ, ആ കിടപ്പ് കണ്ടില്ലേ, ഇവൻ മുമ്പ് ആരായിരുന്നെന്നറിയാമോ? അങ്ങനെ അടുത്ത് നിന്നുകൊണ്ടല്ലെങ്കിലും അകലെ നിന്നുകൊണ്ട് വ്യർത്ഥ വാക്കുകളാൽ വ്യസനിപ്പിക്കുന്നവർ. നമ്മൾ ചില രോഗികളുടെ അടുത്ത് ചെന്നിട്ട്
നമ്മൾ അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് ചോദിച്ചിട്ട്, ഓ ഇതേ രോഗമുള്ള ഒരാളിനെ എനിക്കറിയാമായിരുന്നു, ആ മനുഷ്യൻ 40 ദിവസമേ ജീവിച്ചുള്ളൂ, മരിച്ചുപോയി. ആശ്വസിപ്പിക്കാൻ ചെന്നതാ. പക്ഷേ കേട്ട രോഗിക്ക് അതൊരു വ്യസനമായി. രോഗിയുടെ മനസ്സിൽ ചിന്ത വരിക, ഞാൻ മരണക്കിടക്കയില, ഏത് നിമിഷവും മരിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഈ പകൽക്കാലം നമ്മൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു വിശ്വാസിയുടെ കഷ്ടതയിൽ കാണാൻ പോയിട്ട്, അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ കഷ്ടതയിൽ കാണാൻ പോയിട്ട് മാറി നിന്ന് ഇപ്രകാരം അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പ്രവൃത്തികളുടെ അനന്തര ഫലമാണിതെന്നോ, നീ അനുഭവിക്കുന്നത് നീ ചെയ്തതിന്റെ അനന്തര ഫലമാണെന്നോ പറഞ്ഞ് അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതേ രോഗം ബാധിച്ച മറ്റൊരാളിനെ എനിക്കറിയാം, ഇത്ര ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാറുണ്ടോ? യോബ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എന്നിട്ട് പറയാം, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? അപ്പൊ ഒന്നാമത്, വ്യർത്ഥവാക്ക് പാപമാണ്. ഇപ്രകാരം വ്യർത്ഥവാക്കുകളാൽ നമ്മുടെ നാക്കിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. ദൈവസന്നിധിയിൽ നാം അത് ഏറ്റുപറയുവാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്, സദൃശവാക്യം 15-ാം അധ്യായം എടുക്കാം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. നോക്കി, പാപകാരണമായ നാവ്, അതിന്റെ നമ്പർ 2, കഠിനവാക്ക്. അത് കോപത്തെ ജ്വലിപ്പിക്കുന്ന കഠിനവാക്ക്. അവിടെ പറയുന്നത് ഇങ്ങനെയാ, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, എന്നാൽ കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു, അത് കൂടുതലാക്കുന്നു. അപ്പൊ കഠിനവാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നതാണ്, അത് പാപമാണ്. നമ്മുടെ കുടുംബജീവിതത്തിലായാലും കഠിനവാക്ക് കോപത്തെ ജ്വലിപ്പിക്കും. ഭാര്യ ഭർത്താവിനോടായാലും, ഭർത്താവ് ഭാര്യയോടായാലും, മാതാപിതാക്കൾ മക്കളോടായാലും, മക്കൾ മാതാപിതാക്കളോടായാലും ദൈവത്തിന്റെ വചനം പറയുന്നു, കോപത്തെ ജ്വലിപ്പിക്കുന്ന കഠിന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നാവ് കൊണ്ട് ചെയ്യുന്ന പാപമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ ഈ പാപം ചെയ്തിട്ടുണ്ടാവാം. ഭർത്താവിന്റെ നേരെ ഭാര്യ എത്ര പാപം ചെയ്തിട്ടുണ്ട്, ഭാര്യയുടെ നേരെ ഭർത്താവ് എത്ര പാപം ചെയ്തിട്ടുണ്ട്. വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ കഠിന വാക്കും പാപമായി പരിണമിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാനായി കഴിയുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്, ബന്ധപ്പെടുന്ന വാക്ക്. സദൃശവാക്യങ്ങൾ തന്നെ 29-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 29:20. വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ഇവിടെ പറയുന്നു, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യൻ. വാക്കിൽ ബന്ധപ്പെടുന്ന മനുഷ്യൻ. വചനം പറയുന്നു, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണം നമ്മളെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുക ബദ്ധപ്പാട്. മറ്റേ വ്യക്തി പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ചാടിക്കേറി നമ്മൾ വളരെ ബദ്ധപ്പാടോടെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക. അപ്പൊ ബദ്ധപ്പാടോടെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിന്റെ പ്രശ്നം, നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോകണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. യാക്കോബ് 1:19. പ്രിയ സഹോദരന്മാരെ, നിങ്ങളെ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. ഇവിടെ വീണ്ടും നമ്മൾ ക്രിസ്തീയ ധർമ്മശാസ്ത്രത്തിൽ യാക്കോബിന്റെ ലേഖനത്തിലൂടെ വചനം നമ്മോട് പറയുന്നത്, ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയുള്ളവനായിരിക്കണം, പക്ഷെ പറവാൻ താമസമുള്ളവനായിരിക്കണം. ബന്ധപ്പെട്ട്
വർത്തമാനം പറയാൻ പോകരുത്. ബന്ധപ്പെട്ട് മറുപടി പറയാൻ, ഈ ബന്ധപ്പെട്ട് മറുപടി പറയുമ്പോഴാണ് പലപ്പോഴും പ്രശ്നമായി തീരുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതൊന്നുമില്ല, കേട്ടതിനുടനെ നമ്മൾ മറുപടി കൊടുക്കാം, ഞാനായാലും നിങ്ങളായാലും. അതിന് ഇവിടെ പറയുക, അപ്പോ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനായിരിക്കട്ടെ. പലരുടെയും ജീവിതത്തിൽ വാക്കുകൾക്ക് താമസമില്ല. ചിന്തിക്കുന്നതിന് മുമ്പേ സംസാരിച്ചു കളയും. ഏതെങ്കിലും ഒരല്പം കേട്ടാൽ അത് കെട്ടിഘോഷിച്ചുകൊണ്ട് നടക്കും. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. പരമാർത്ഥത എവിടെ കിടക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കാറുമില്ല. വാക്കുകൾക്ക് ബന്ധപ്പെടുന്നവരെ കുറിച്ച് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല എന്നുള്ളതാണ്. അത് പാപമാണ്. അപ്പോൾ വചനം പറയുന്നു, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരായിരിക്കണം. വാക്കുകൾക്കുള്ള ബദ്ധപ്പാട് അല്ലെങ്കിൽ ധൃതിയായിട്ടുള്ള വാക്കുകൾ അത് പാപകാരണമായി തീരാം. ഇനി നമുക്ക് 4-ാമത്തെ വിഷയത്തിലേക്ക് പോകാം. മലാഖിയുടെ പ്രവചനം. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. മലാഖി 3:13. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആമേൻ. നമുക്ക് ഇവിടെ പറയുന്ന നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു. ഇതാരാ പറയുന്നത്? പറയുന്നത് ദൈവമാണ്. യഹോവ അരുളി ചെയ്യുന്നു എന്നാ പറഞ്ഞത്. മലാഖി പ്രവചനം വിളിച്ചു പറയുക, നിങ്ങളുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്റെ വാക്കുകൾ. എന്നിട്ട് പ്രവാചകൻ പറയും, എന്റെ വാക്കുകൾ യഹോവയായ ദൈവം പറയുന്നതായി മലാഖി രേഖപ്പെടുത്തുകയാണ്. എന്റെ വാക്കുകൾ കഠിനമാണെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്താ ഈ അതികഠിനമായ വാക്കുകൾ? ഇനി നമ്മൾ അതിന്റെ താഴോട്ട് വായിക്കണം. താഴോട്ട് വായിച്ചാൽ, എന്നാൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും നിങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ മതി. ഇവിടെ പറയുക, നമ്മൾ എന്താ ഈ കഠിനമായ വാക്കുകളെന്ന്, ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു? ഇത് കഠിനമായ വാക്കുകളാണെന്ന് യഹോവ പറയുമ്പോൾ അവിടുത്തെ ചോദിക്കാം, ഞങ്ങൾ എന്തോ അങ്ങനെ സംസാരിച്ചത്? എന്നിട്ട് പറയുക, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഇതാ പറഞ്ഞ വാക്ക്. എന്ന് വെച്ചാൽ പ്രേയർ ലൈനിൽ ലീഡ് ചെയ്യുന്നത് വ്യർത്ഥമാണ്. അല്ലെങ്കിൽ ഈ ദൈവവചനം വായിച്ച് ദൈവവചനം വായിച്ച് കേൾപ്പിക്കുന്നത് വ്യർത്ഥമാണെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് വ്യർത്ഥമാണെന്ന്. നിങ്ങൾ ഫോണിൽ അതിനുവേണ്ടി ചെലവഴിക്കുന്ന പൈസ വെറുതെ വ്യർത്ഥമാ, അതുവല്ല പാവങ്ങൾക്ക് കൊടുക്കരുതോ എന്ന് പറയുന്ന വാക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സമയം ഈ ഇതിൽ കയറിയിരുന്ന് ഇത്രയും സമയം നിങ്ങൾ വ്യർത്ഥമായിട്ട് കളയുന്നു എന്ന് പറയുന്ന കാര്യം. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അതികഠിനമായ വാക്കുകൾ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓർക്കണം, അത് ദൈവത്തിന്റെ മുമ്പാകെ അവര് പറഞ്ഞ അതികഠിനമായ വാക്കുകളാണ്. സുവിശേഷം പറയുന്നത് വെറുതെ, പരസ്യയോഗം നടത്തുന്നത് വെറുതെ, വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം പറയുന്നത് വെറുതെ, ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ സാമ്പത്തികത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നത് വെറുതെ, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് വെറുതെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം പറയാം, ഞാൻ കണ്ടിട്ടുള്ളതല്ല, പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം. ഒരിക്കലും ഒരു വിശ്വാസി തനിക്ക് ഏത്തവാഴ കൃഷി ഉണ്ടായിരുന്നു. 100 ഏത്തവാഴ. അത് ഈ 100 ഏത്തവാഴയിൽ ആദ്യം വിളഞ്ഞ കൊല വെട്ടിയെടുത്ത് ദേവദാസന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. പിറ്റേന്ന് ഒരു ഭയങ്കര കാറ്റടിച്ചു. ബാക്കിയുള്ള 99 വാഴയും അത് കൊല സഹിതം അടിച്ച് നിലത്തിട്ട് കളഞ്ഞു. അദ്ദേഹം അതിന് പറഞ്ഞത്, അടുത്ത വർഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ആദ്യത്തത് ഞാൻ ദൈവദാസന് കൊടുക്കത്തില്ല. അദ്ദേഹം കൊടുത്തില്ല. 100 വാഴ നട്ടു, 100ഉം ഫലമായി കിട്ടി. സാക്ഷ്യം, ഞാൻ ദൈവദാസന് കൊണ്ട് കൊടുത്തത് വെറുതെ ആയിപ്പോയി.
അതുകൊണ്ടാണ് എൻ്റെ ഏത്തവാഴ മുഴുവൻ കാറ്റടിച്ച് നിലത്ത് വീണത്. ഇത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണേ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വെറുതെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വെറുതെ. അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാക്ക് എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? അവർ ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത് പറയുന്നത് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. രണ്ടാമത് ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നത് വെറുതെ. മൂന്നാമത് കറുപ്പെടുത്ത് നടന്നത് വെറുതെ, പ്രയോജനമില്ല. എന്ന് പറഞ്ഞാൽ ഉപവസിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ടായി? ഇതാ ചോദ്യം. കറുപ്പെടുത്ത് നടന്നത്. യോഗത്തിന് പോയിട്ട് എന്ത് പ്രയോജനമുണ്ടായി? പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി? ദശാംശം കൊടുത്തിട്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് പറയുന്ന വാക്കുകൾ സർവശക്തന്റെ മുമ്പാകെ അതികഠിനമായ വാക്കുകളാണെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഇനി അഞ്ചാമത്, വശീകരിക്കുന്ന വാക്കുകൾ. നമുക്ക് വായിക്കാം കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. കൊലോസ്യർ 2:4. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാനിത് പറയുന്നു. നോക്കണേ, ഇവിടെ പറയുന്ന പദപ്രയോഗം, ആ വാക്കിന്റെ പ്രത്യേകത നോക്കി. വശീകരണ വാക്ക്, അത് പാപമുള്ള വാക്കാണ്, അത് ചതിക്കുന്ന വാക്കാണ്. പലരുടെയും വാക്കുകൾ തെറ്റായി പലരെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അത് പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്, പ്രവാചകന്മാരുടെ കൂട്ടത്തിലുമുണ്ട്, പാട്ടുപാടുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്, പാസ്റ്റർമാരുടെ കൂട്ടത്തിലുമുണ്ട്, വിശ്വാസികളുടെ കൂട്ടത്തിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. തങ്ങളിലേക്ക് വശീകരിക്കുക എന്നുവെച്ചാൽ തങ്ങളിലേക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക, തങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുക, തങ്ങൾ പറയുന്നതിനെ കുറിച്ച് ഉയർത്തി പറയുവാൻ മറ്റുള്ളവരെ പറഞ്ഞ് തങ്ങളുടെ വശങ്ങളിലേക്ക് കൊണ്ടുവരിക. വശീകരിക്കുന്ന വാക്കുകൾ. ഇതധികവും നമ്മൾ കാണുന്നത് നേതാക്കന്മാരില്ല. ആത്മീക നേതാക്കന്മാരിൽ പലരിലും കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഈ വശീകരണ വാക്കുകൾ. ഈ അബ്ശലോമിന്റെ ആത്മാവ് പ്രവേശിക്കുമ്പോൾ വാക്കുകളിലൂടെ തങ്ങളിലേക്ക് ആകർഷിക്കും. അബ്ശലോമിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ദാവീദിന്റെ 2 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ അബ്ശലോം യോഗ്യനായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. നീണ്ട മുടി ഉണ്ടായിരുന്നു, വസ്ത്രം യോഗ്യമായിട്ട് ധരിക്കും. മുഷിഞ്ഞ വസ്ത്രം താൻ ധരിക്കത്തേയില്ല. ഏറ്റവും യോഗ്യമായി മാന്യമായി വസ്ത്രം ധരിക്കുന്ന വ്യക്തി. അതുപോലെ ആരെങ്കിലും രാജകൊട്ടാരത്തിൽ പരാതിയുമായിട്ട് വന്നാൽ, രാജാവിനെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ അബ്ശലോം ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് എന്ന് അവർക്ക് കൈ കൊടുക്കും. എന്ന നാടൻ ഭാഷയിൽ അങ്ങ് പറയുക, പെട്ടെന്ന് കൈ കൊടുക്കും, പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഒരു ചുംബനവും കൊടുക്കും. എന്നിട്ട് പറയും, രാജാവ് നിന്റെ പ്രശ്നം തീർക്കാൻ എന്നെ ആക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കി തന്നേനെ. ഇതാണ് അബ്ശലോമിന്റെ ആത്മാവ്. ഇങ്ങനെ അബ്ശലോം നമ്മളോട് താഴെ നമ്മൾ കാണുന്നത്, ഇങ്ങനെ അബ്ശലോം ജനത്തിന്റെ ഹൃദയത്തെ തന്നിലേക്ക് വശീകരിച്ചെടുത്തു. കൊട്ടാരത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ജനത്തെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിച്ച് എവിടെയൊക്കെ തന്നിലേക്ക്. യഥാർത്ഥ ദൈവദാസൻ ഒരിക്കലും ആത്മാക്കളെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നവരല്ല. പലരും വേല ചെയ്യുന്നു തങ്ങൾക്ക് വേണ്ടി, പലരും ആത്മാക്കളെ തങ്ങളിലേക്ക് വശീകരിക്കുന്ന സ്വഭാവം നമുക്കറിയാം. പല സഭകളിലും, ഇവിടെയാണെങ്കിലും പല സഭകളിലും, ഒത്തിരി ഇല്ലെങ്കിലും കുറെ സഭകളിലൊക്കെ ടൈം വെച്ചാണ് പാസ്റ്റർമാരെ ആ ശുശ്രൂഷയ്ക്കാക്കുന്നത്. സ്ഥിരമായിട്ടല്ല. 3 വർഷം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 3 വർഷം വേല ചെയ്ത് കഴിയുമ്പോൾ
നമ്മൾ നോക്കിയാൽ അങ്ങനെ വേറെ ആരെങ്കിലും മാറ്റി എടുക്കുന്ന അങ്ങനത്തെ ഒരു കാര്യപരിപാടി നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഇവിടെ ചില സഭകളിലുണ്ട്. ഈ 3 വർഷം വേല ചെയ്ത് കഴിയുമ്പോൾ കർത്താവിന്റെ കൂടെ നിൽക്കാൻ ആളില്ല, പക്ഷെ പാസ്റ്ററുടെ കൂടെ നിൽക്കാൻ 50 പേരുമാണ്. പാസ്റ്റർക്ക് വേണ്ടി ഇൻകുലാബ് വിളിക്കാൻ, പാസ്റ്റർക്ക് വേണ്ടി ശണ്ട കൂടാൻ, മുദ്രാവാക്യം വിളിക്കാൻ 50 എണ്ണം കയ്യും പൊക്കി എഴുന്നേറ്റ് വരും. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളേൻ. ഈ പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരു പാസ്റ്ററിന്റെയും കൂടെ അല്ല നിൽക്കേണ്ടത്, ഒരു കമ്മിറ്റിയുടെയും കൂടെ അല്ല നിങ്ങൾ നിൽക്കേണ്ടത്. യേശു കർത്താവിന്റെ കൂടെ നിൽക്കണം. എങ്കിലും മാത്രമേ സ്വർഗരാജ്യത്തിൽ ചെന്ന് ചേരാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സ്നേഹം യേശുവിനോടാകണം. യേശുവിന്റെ പിന്നാലെ അടിയുറച്ചു നിൽക്കണം. യഥാർത്ഥ ശുശ്രൂഷകൻ ജനത്തെ കർത്താവിനായി ഒരുക്കുന്ന വ്യക്തിയായിരിക്കും. നോക്കണേ, ഈ അഹശ്വേരോശ് രാജാവിന് വേണ്ടി ഒരു കാന്തയെ ഒരുക്കുവാൻ ഷണ്ണന്മാരെ ഏൽപ്പിച്ച കാര്യം നമുക്കറിയാം. എന്താ അല്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കാഞ്ഞത്? അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവസാനം അഹശ്വേരോശിന് രാജ്ഞിയില്ലാതെ വരും. അതുകൊണ്ട് ഷണ്ണന്മാരെ ഏൽപ്പിച്ചു. ഈ ഷണ്ണന്മാർ രാജാവിന്റെ ഹൃദയം മനസ്സിലാക്കിയവരായിരുന്നു. രാജാവിന്റെ ഹൃദയത്തിനൊത്ത വിധം ഈ കാന്തയെ ഒരുക്കി രാജസന്നിധിയിൽ കൊണ്ടുപോയി നിർത്തുന്ന ജോലിയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ദൈവമക്കൾ വശീകരണ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ഗ്രൂപ്പ് ഉണ്ടാക്കലല്ല നമ്മുടെ ജോലി, അത് പാപമാണ്. നമ്മളിന്ന് സഭകളിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഗ്രൂപ്പിസം. അത് 100% അത് പാപമാണ്. കർത്താവിന്റെ കാന്തയാണ് സഭ, മണവാട്ടിയാണ് സഭ. ഒറ്റ സഭ, അന്തർദേശീയമായ ഒരൊറ്റ സഭ. അല്ലാതെ അതിനകത്ത് വശീകരണ വാക്കുകൾ പാപം കലർന്ന് അത് പ്രയോഗിപ്പാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാനായി കഴിയും. പലരും അറിയാതെയാണ് അത് ഉപയോഗിക്കുന്നത്. തങ്ങളുടെ പിന്നാലെ നിർത്തുവാൻ, തങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പലയിടത്തും അനേകരെ സാത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് കാലം തൊട്ടേ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എലക്ഷൻ വരുമ്പോൾ, ചർച്ചിന്റെ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അത് നമ്മുടെ നാട്ടിലായാലും നാട്ടിലെ കേന്ദ്രത്തിലായാലും ഇവിടെ ഈ രാജ്യത്തെ മിക്കവാറും സഭകളിലൊക്കെ ആയാലും എലക്ഷൻ വരുമ്പോൾ എന്തെല്ലാം നമ്മൾ കാണണം, എന്തെല്ലാം നമ്മൾ കേൾക്കണം, എന്തെല്ലാം നമ്മൾ വായിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ തരം താണ പ്രവർത്തികൾ, അങ്ങനെ പറയാതിരിക്കാൻ തരമില്ല, തരം താണ പ്രവർത്തികൾ ചെയ്യുന്ന ദൈവമക്കൾ. സാത്താൻ ജനത്തെ വഞ്ചിക്കുന്നതാണ്. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം ഇന്ന് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഇന്ന് പൽക്കാലം ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഒരു കുഞ്ഞവയവം, പക്ഷെ ആ കുഞ്ഞവയവം ഉണ്ടാക്കുന്ന ദോഷം കാരണം സ്വർഗരാജ്യത്തിന്റെ കവാടം കടപ്പാൻ നമുക്ക് ഇടയായി തീരാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ നിർമ്മലമായിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരവും നമ്മുടെ ദേഹവും നമ്മുടെ ആത്മാവും ഒരുപോലെ ക്രിസ്തുവേശുവിങ്കൽ അനിന്യമായി വെളിപ്പെടണം എന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു കുഞ്ഞവയവം, ആ അവയവത്തിന് മാനസാന്തരം വരണം. നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്, നമ്മൾ സാക്ഷ്യം പറയുന്നവരാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ ചെയ്യാത്തവരാണ്, ഒക്കെ ശരിയാണ്.
പക്ഷെ നമ്മുടെ നാവ് കുഞ്ഞ അവയവമാണ്, പക്ഷേ ആ നാവ് വൻ കാട് കത്തിച്ചു കളയും എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നശിപ്പിച്ചു കളയും. ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരൊറ്റ വാക്കുകൊണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒറ്റ വാക്കുകൊണ്ട് എത്ര കുടുംബങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ട്, ഒറ്റ വാക്കുകൊണ്ട് എത്ര സഭകൾ സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പകൽക്കാലം നമുക്കൊരുമിച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ നാവുകൾ പാപകാരണമായി തീരാതിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ കുത്തിടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.